ഹിജാബ് വിവാദത്തിൽ യൂണിഫോമിൽ വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കി എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂൾ അധികൃതർ. ഹിജാബിന്റെ പേരിൽ വിദ്യാർത്ഥിയെ പുറത്താക്കിയിട്ടില്ലെന്നും എറണാകുളം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ട് സത്യവിരുദ്ധമാണെന്നും സ്കൂൾ പ്രിൻസിപ്പൽ പ്രതികരിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തിനെതിരെ സ്കൂൾ കോടതിയെ സമീപിക്കും. ഇത് ഇന്നലെ മുതൽ നമ്മൾ വാർത്തകളിൽ കാണുന്നതും അദ്ദേഹം പ്രസ്താവിക്കുന്നതും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പ്രസ്താവിക്കുന്നത് ഇങ്ങനെയാണ്: സ്കൂൾ മെയിലിലോട്ട് അധികാരികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നോട്ടീസ് വിട്ടിട്ടുണ്ട്. പക്ഷേ ഇന്നലെ മുതൽ നമ്മൾ മെയിൽ ഓപ്പൺ ആയിട്ട് ഇട്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷെ നമ്മളൊന്നും റിസീവ് ചെയ്തിട്ടില്ല. ഇന്നലെ കോൾ ചെയ്തു. എവിടെ നിന്നാണോ കോൾ വന്നത് അവിടേക്ക് തന്നെ ഞാൻ 2-3 പ്രാവശ്യം കോൾ ചെയ്യുകയുണ്ടായി. ഒരു റിപ്ലൈയും വന്നില്ല. തിരിച്ച് ഇന്ന് രാവിലെ ഞാൻ DD ഓഫീസിൽ നിന്ന് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് ഉണ്ടായിരുന്നു. ഒരു മെയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്കൂൾ മെയിൽ ID-യിലോട്ട്. സ്കൂൾ 9:15 ആ ടൈമിലാണ് ഞങ്ങൾ സ്കൂൾ മെയിലിൽ ഇങ്ങനെ ഒരു നോട്ടീസ് റിസീവ് ചെയ്യുന്നത്. അതിന് പ്രകാരം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അഭ്യർത്ഥിച്ചതിന് പ്രകാരം നമ്മളത് റിപ്പോർട്ട് കറക്റ്റ് 11 മണിയായപ്പോൾ തന്നെ അത് സബ്മിറ്റ് ചെയ്തു. എന്തായാലും എനിക്കിവിടെ പറയാനുള്ളത്, AEO ആണ് നമ്മുടെ ഇവിടെ വന്ന് അതിനുള്ള കാര്യങ്ങളും നമ്മൾ ഓരോരുത്തരെയും വിളിച്ച് സംസാരിക്കുകയും കുട്ടിയെയും പാരന്റിനെയും എല്ലാവരെയും ഇതിന് അധികാരപ്പെട്ട എല്ലാവരെയും വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ ഇത് സത്യവിരുദ്ധമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ്. ഇവിടെ വന്നിരിക്കുന്ന റിപ്പോർട്ട്, അവിടുന്ന് DD ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് സത്യവിരുദ്ധമാണ് എന്ന് തന്നെയാണ്. കാരണം നമുക്ക് എവിഡൻസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ കൈവശം ഉണ്ട്. അത് എന്തായാലും കോടതിയുടെ പരിധിയിലിരിക്കുന്ന കേസായതുകൊണ്ട് അതങ്ങനെ തന്നെ പോകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. മാനേജ്മെന്റ് 2018 കേരള ഹൈക്കോർട്ട്, ബഹുമാനപ്പെട്ട കേരള ഹൈക്കോർട്ട് വിധി പ്രകാരം ഉള്ള നിലവിൽ അതങ്ങനെ തന്നെയാണ്. എന്ത് യൂണിഫോമിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളത് അത് അഡ്മിനിസ്ട്രേറ്റർ ലെവൽ, മാനേജ്മെന്റ് ലെവൽ തന്നെയാണ് സ്വീകരിക്കണം. അത് നിലനിൽക്കുന്നുണ്ട്. എനിവേ വി വിൽ ഫോളോ മാനേജ്മെന്റ് റെസ്പെക്ടീവ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻ സെന്റ് റീറ്റാസ് പബ്ലിക് സ്കൂൾ. ഷുവർലി വി വിൽ ഫോളോ ദാറ്റ്. ഇന്നലെ സ്കൂൾ മാനേജ്മെന്റും പേരന്റും തമ്മിൽ ഒന്ന് സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യാവോ പ്ലീസ്? ഇന്നലെ സ്കൂൾ മാനേജ്മെന്റും പേരന്റും തമ്മിൽ ഏകദേശം അമിക്കബിളി സെറ്റിലായ ഒരു സബ്ജക്റ്റിലാണ് വിദ്യാഭ്യാസ മന്ത്രി ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള വിഷയം എങ്ങനെ മനോഹരമായി പരിഹരിക്കാമോ ആ രീതിയിൽ അത് മനോഹരമായി പരിഹരിക്കുന്ന ഒത്തുതീർപ്പാകുന്ന ഒരു സമയത്ത് കുഞ്ഞിന്റെ പിതാവ് തന്നെ ഇന്നലെ പത്രസമ്മേളനം നടത്തി പറയുകയുണ്ടായി, എനിക്ക് സ്കൂളിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുപോകുവാൻ താല്പര്യമില്ല, ഞാൻ ഈ സ്കൂളിൽ എന്റെ കുഞ്ഞിനെ തുടർന്നും പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. സോ ഞാൻ എന്റെ കുഞ്ഞ് ഇനി വർഗീയത ആളിക്കത്തിക്കാൻ ഞാൻ അനുവദിക്കില്ല. എന്റെ കുഞ്ഞിന്റെ പേര് പറഞ്ഞ് വർഗീയത ആളിക്കത്തിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് അദ്ദേഹം ഓപ്പണായി പത്രസമ്മേളനം നടത്തിയതിനു ശേഷമാണ് പബ്ലിക്കായിട്ട് ഒരു നോട്ടീസോ ഡിറക്ഷനോ ഓർഡറോ ഇന്നലെ വരെ നൽകാതെ ഇന്ന് രാവിലെ 9:15 ഇത്തരത്തിലൊരു നോട്ടീസ് കം ഓർഡർ നമുക്കിവിടെ മാനേജ്മെന്റിന് റിസീവ് ചെയ്യുന്നത്. ആൻഡ് ഈ കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അബ്സല്യൂട്ട്ലി ഇൻകറക്റ്റ് ആണെന്നുള്ളത് കേരള ഹൈക്കോടതിയുടെ വിധികളും കർണാടക ഹൈക്കോടതിയുടെ വിധികളും പരിശോധിച്ചാൽ നമുക്കറിയാവുന്ന കാര്യമാണ്. ആൻഡ് വിദ്യാഭ്യാസ മന്ത്രി കാര്യങ്ങളെ യാതൊരു രീതി പഠിത്തമാക്കാൻ ഈ കുട്ടി 7th-നും 8th-നും 10th-നും ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു. ഈ സ്കൂളിൽ ഈ കുട്ടി ഹാജരാകുകയും ഹിജാബ് ധരിച്ച് ഹാജരായ കുഞ്ഞ് ഈ സ്കൂളിലെ ആർട്സ് ഡേ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്ന വിഷ്വൽസ് ഇവിടെ സ്കൂൾ മാനേജ്മെന്റിന് അവൈലബിൾ. ഈ വിവരങ്ങളൊന്നും വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ആൻഡ് അതർ മുസ്ലിം പേരന്റ്സ് ഹാവ് കം ടു ദിസ് സ്കൂൾ ആൻഡ് കംപ്ലൈന്റ് സ്റ്റേറ്റിംഗ് ദാറ്റ് അവരുടെ കുഞ്ഞുങ്ങളോട് ഹിജാബ് ധരിച്ച് സ്കൂളിൽ ചെല്ലാൻ നിർബന്ധമായും ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് അവർക്കതിൽ ബുദ്ധിമുട്ടുണ്ട്. അവരുടെ കുഞ്ഞുങ്ങൾ ഇതുവരെ ഹിജാബ് ധരിച്ചല്ല സ്കൂളിൽ വന്നിരിക്കുന്നത്. സോ അത് അവരെ
ഫോളോ ദ ലോ ഓഫ് ദ ലാൻഡ്, ദ ലോ ഓഫ് ദ കോർട്ട്. സോ ഇതിനകത്ത് ഒരു അബ്സല്യൂട്ട്ലി ഇല്ലീഗലായ, അബ്സല്യൂട്ട്ലി പെർവേഴ്സായ കാര്യങ്ങൾ പഠിക്കാത്ത ഒരു ഓർഡറിലേക്കാണ് വിദ്യാഭ്യാസ മന്ത്രി കടന്നിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ആ സ്റ്റാൻഡ് മാറ്റിയേ മതിയാവും. അതല്ല മാറ്റർ അമിക്കബിളി സെറ്റിൽഡ് ആണെങ്കിൽ കുട്ടിയുടെ പിതാവിനുമായി സംസാരിച്ച് സ്കൂൾ മാനേജ്മെന്റ് ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കും. ഹിജാബ് വിവാദത്തെ തുടർന്ന് 2 ദിവസം അടച്ചിട്ട പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂൾ പോലീസ് സുരക്ഷയിൽ തുറന്നു. ക്രമസമാധാനവും പഠനാന്തരീക്ഷവും ഉറപ്പാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ഹിജാബ് ധരിക്കണമെന്ന് ആവശ്യപ്പെട്ട 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ന് സ്കൂളിലെത്തിയില്ല. സ്കൂൾ ചട്ടങ്ങളും നിബന്ധനകളും പാലിച്ച് മകൾ തുടർന്ന് പഠിക്കാമെന്ന് വിദ്യാർത്ഥിനിയുടെ പിതാവ് സ്കൂൾ അധികൃതരുമായി IB ഈഡൻ MP അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ ഇന്നലെ വ്യക്തമാക്കിയതാണ്. എന്നാൽ ഇതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി കടുത്ത ഭാഷയിൽ വിമർശിച്ചതും വിശദീകരണം തേടിയതും സ്കൂൾ അധികൃതരെ അസംതൃപ്തരാക്കി. ഹിജാബിന്റെ പേരിൽ വിദ്യാർത്ഥിയെ പുറത്താക്കിയിട്ടില്ലെന്നും CCTV ദൃശ്യങ്ങളടക്കം തെളിവുണ്ടെന്നും സ്കൂൾ മറുപടി നൽകി. യൂണിഫോമിന്റെ കാര്യത്തിൽ മാനേജ്മെന്റിന് തീരുമാനമെടുക്കാമെന്ന് സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തിനെതിരെ കോടതിയെ സമീപിക്കും. മാതാപിതാക്കളുമായി ചർച്ച നടത്തി വിദ്യാർത്ഥിനിയുടെ പഠനം ഉറപ്പാക്കാനാണ് സ്കൂൾ അധികൃതരുടെ നീക്കം. അതേസമയം കൊച്ചി പള്ളുരുത്തി സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരായ വിമർശനം ആവർത്തിച്ച് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി സ്കൂളിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഗുരുതരമായ വീഴ്ചയാണെന്ന് പറഞ്ഞു. സ്കൂളിനെതിരെ കടുത്ത നടപടിയിലേക്ക് കടന്നിട്ടില്ല. സ്കൂൾ അധികൃതരോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. വിഷയത്തിൽ സർക്കാർ ഇടപെട്ടെന്ന് പറയുന്നത് ശരിയല്ല. ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കാൻ അനുവദിക്കാനാകില്ല. ചെറിയ പ്രശ്നമുണ്ടെങ്കിൽ പോലും സർക്കാർ ഇടപെടും. ശിരോവസ്ത്രം ധരിക്കാനുള്ള അവകാശം വിദ്യാർത്ഥിക്കുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. അല്ല, അതൊക്കെ ചെയ്തിട്ട് അതൊന്നും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളും ശാന്തമായ അന്തരീക്ഷത്തിൽ പോകണം. അവിടെ ജാതിയുടെ കാര്യം പറഞ്ഞോ, മതത്തിൻ്റെ കാര്യം പറഞ്ഞോ, വസ്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞോ, ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞോ ഒരു സംഘർഷവും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നയം അത് തന്നെയാണ്. 2016 മുതൽ ഞങ്ങൾ എടുത്തിട്ടുള്ള നയം അങ്ങനെ തന്നെയാണ്. അത് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് സഹകരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അത് കേന്ദ്രീയ പിന്നെ സെൻട്രൽ സിലബസ് ഉള്ള അൺഎയ്ഡഡ് സ്കൂളാണ് എങ്കിലും ഇനിയിപ്പോൾ പുതുക്കേണ്ട സമയമാണ്. NOC പുതുക്കുന്നത് നമ്മളാണല്ലോ, വിദ്യാഭ്യാസ വകുപ്പാണല്ലോ പുതുക്കേണ്ടത്. അപ്പോൾ അതെല്ലാം കൂടെ കണക്കിലെടുത്തുകൊണ്ട് സഹകരിച്ച് മുന്നോട്ട് പോകുക. അല്ല, ഞാൻ എൻ്റെ നടപടിക്രമം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെന്ന് ചോദിച്ച് എക്സ്പ്ലെയിൻ ചെയ്തതാ. അൺഎയ്ഡഡ് സ്കൂളായതുകൊണ്ട് അൺഎയ്ഡഡ് സ്കൂളിൽ നമുക്ക് ചില അധികാരങ്ങൾക്ക് പരിമിതിയുണ്ടല്ലോ. എയ്ഡഡ് സ്കൂളിലെ അധികാരങ്ങൾ കുറച്ചുകൂടെ വേറെ വ്യത്യാസമാണ്, ഗവൺമെൻറ്റിന് വ്യത്യാസമാണ്. അത് മൂന്നും ഞാൻ വ്യക്തമാക്കിയതാണ്. അല്ല, അതിൽ സ്ട്രോങ് ആയിട്ട് ഇടപെട്ടല്ലോ. ഒട്ടും ഒരു വിട്ടുവീഴ്ചയില്ലാതെ പരാതി കിട്ടി അപ്പോൾ തന്നെ ഇടപെട്ടു. അപ്പോൾ തന്നെ അന്വേഷണം, ഞാൻ വായിച്ചില്ല അതിൻ്റെ ഭാഗങ്ങളെല്ലാം, അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് വളരെ വേഗതയിൽ കൊണ്ടുവന്നു. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നയമെന്ന് പറഞ്ഞാൽ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അവർ പ്രശ്നം സൗഹാർദ്ദപരമായി പരിഹരിച്ചു എന്ന് പറഞ്ഞാൽ, അല്ലാതെ ആ പരിഹരിച്ച പോരാ, ഒന്നും കൂടെ നിങ്ങൾ പരിഹരിക്കണമെന്ന് പറയേണ്ട കാര്യമില്ല. പരിഹരിച്ച് മുന്നോട്ട് പോവുക. പക്ഷേ ഈ നമ്മുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസ രംഗത്തുള്ള വ്യവസ്ഥകൾക്കും നിയമങ്ങളും അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം ഇളവ് ചെയ്ത് കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. അത് ഗവൺമെൻറ് നയമാണ്. ഇല്ല, അതായത് യൂണിഫോം നമുക്ക് ഇന്ന് നിലവിലുള്ള നിയമം അനുസരിച്ചും കോടതി വിധി അനുസരിച്ചും യൂണിഫോം പിന്നെ കളറും യൂണിഫോമിൻ്റെ രീതിയും അത് തീരുമാനിക്കുന്നത് മാനേജ്മെൻറ്റാണ്. അവിടുത്തെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അവിടുത്തെ PTA നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ്. അവരാണ് തീരുമാനിക്കുന്നത്. അത് നമ്മൾ ഇടപെടാറില്ല. അതേസമയം ഹിജാബ് വിവാദത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയെ വിമർശിച്ച് കത്തോലിക്ക കോൺഗ്രസ് രംഗത്തെത്തി. വിദ്യാഭ്യാസ മന്ത്രിയുടേത് വിവേകരഹിതമായ പ്രസ്താവനയാണ്. മന്ത്രിയുടെ പ്രസ്താവന പ്രശ്നം വളയ്ക്കാനേ ഉപകരിക്കൂ. കോടതി അനുവദിച്ച കാര്യം മാത്രമാണ് സ്കൂളിൽ നടപ്പാക്കുന്നത്. അവരുടെ ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ഫാദർ ഫിലിപ്പ് കവീൽ പറഞ്ഞു.